ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 2 ഫ്ലേവറിലുള്ള കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ പാക്കിങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മിൽക്കി നട്ട്സ് ലഞ്ച് ബോക്സ് കേക്കും രണ്ടാമത്തത് മിൽക്ക് ചോക്ലേറ്റ് കേക്കുമാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മിൽക്കി നട്ട്സ് കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഒന്നുകിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റാക്കി എടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ അതാ ഞാനിവിടെ ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ മിൽക്കി നട്ട്സ് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില സ്പോഞ്ച് കേക്കിൻ്റെ ഒരു ലെയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടപ്പ് നമ്മൾ നമ്മുടെ ലഞ്ച് ബോക്സിൽ ഒന്ന് വെച്ച് കറക്റ്റ് അളവാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ആ ഒരു ബോക്സിൻ്റെ വലുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 ലെയറായിട്ടാണ് കേട്ടോ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 ലെയറും നമുക്ക് ഈ ഒരു കേക്ക് പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കേക്കിൽ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പും കണ്ടൻസ്ഡ് മിൽക്കും കൂടെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ഈ ഒരു കേക്കിൻ്റെ ലെയറിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും പിസ്താഷ്യും ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിനെ വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രീം ചെയ്ത് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്ത ശേഷം നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 3 ലെയർ കേക്കും വെച്ച് കൊടുത്ത് കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ ചെറിയ കേക്ക് ആയതുകൊണ്ട് നമുക്കിത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കൂടുതലായിട്ട് നമ്മൾ വലിയ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് വളരെ പതുക്കെ വേണം ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്കിനെ പതുക്കെ എടുത്തിട്ട് ഈ ഒരു ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതൊന്ന് നന്നായിട്ട് ക്രീം സെറ്റായി കിട്ടണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിൽ ഇനി ഗണേഷ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇനി നമുക്ക് അടുത്ത കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തത് മിൽക്ക് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഗണാഷ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ ചൂടാക്കി എടുത്താലും മതി. ഇപ്പോൾ ഇതാ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഗണാഷ് റെഡിയായി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒന്ന് നല്ല തണുത്ത വെള്ളത്തിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചൂടാറി കിട്ടും. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു അടപ്പ് വെച്ചിട്ട് തന്നെ 3 ലെയർ കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലെയറിൽ ക്രീമാക്കി കൊടുത്തിട്ട് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ഗണാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുത്ത് ഫിനിഷിംഗ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് പതുക്കെ എടുത്തിട്ട് മറ്റേ കേക്ക് വെച്ചിട്ടുള്ള ആ ഒരു ബോർഡിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം.
അപ്പോൾ മിൽക്കി നട്ട്സ് കേക്ക് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു നട്ട്സുകളൊക്കെ തന്നെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് മിൽക്ക് ചോക്ലേറ്റിൻ്റെ മുകളിലും നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ 2 കേക്കുകളും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായതിന് ശേഷം വേണം കേട്ടോ പാക്ക് ചെയ്യാൻ. അപ്പോൾ ഈ 2 കേക്കുകളും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ലഞ്ച് ബോക്സും അതുപോലെ 2 ഇതുപോലെയുള്ള ബട്ടർ പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ കേക്കിനെ നന്നായിട്ട് സെറ്റായതിന് ശേഷം പതുക്കെ എടുത്തിട്ട് ഈ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ അടിയിൽ പിടിച്ചിട്ട് ഇതുപോലെ പതുക്കെ എടുത്തിട്ട് ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഇതുപോലെ അടച്ചു വെച്ചാൽ ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് തട്ടരുത് കേട്ടോ. കേക്ക് ആ ഒരു ഹൈറ്റിലേ കേക്ക് പാടുള്ളൂ. ഇനി നമുക്ക് ബോക്സ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു റിബണും കൂടെ കെട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്